ഹായ് ഫ്രണ്ട്സ്, ഹൈഫ ബീച്ചേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ പറവൻ്റെ സീസൺ ആവാൻ പോവാണ്. ഏകദേശം 2-3 മാസം കൊണ്ട് നമുക്ക് പറവ സീസൺ ആകുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പ്രാവിൻ്റെ കുറേ ചിറക് വെട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെയുള്ള പ്രാവള നമ്മൾ ചിറക് വെട്ടിയിട്ട പ്രാവളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പണിയാണ് ചിറക് വലിക്കുന്നതിന് മുമ്പ് വിരമരുന്ന് കൊടുക്കുക. കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പ്രാവിനെ ഇതെന്ത് ചെയ്യും, ഈ ടിക്ടോക്സ് പറഞ്ഞതുണ്ടല്ലോ, നമ്മളെ ഈച്ച പാന് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ പോകാൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈച്ചും പാനൊക്കെ വളരെ കുറവാണ് നമ്മളെ പ്രാവിൻ്റെ മേല്. നമ്മൾ അത്രയും കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ ഈച്ചൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും അമ്പലപ്രാവൊക്കെ വന്ന് പോകുന്ന സമയത്ത് ഒരു പക്ഷേ പാനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം നിലവിലുള്ള പ്രാവളൊക്കെ ഈ പറവത്തിന കൂട്ടിലുള്ള പ്രാവിനൊക്കെ ഈ ഈച്ചൻ്റെയും പാൻ്റെയും മരുന്നിൽ മുക്കിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാണ്. അതേപോലെ നമ്മളെ ഈ കൂട്ടിലെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ മാറ്റി മൊത്തം ക്ലീൻ ആക്കുകയാണ്. പിന്നെ കൂട്ടത്തിൽ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം മൊത്തം വൈറ്റ് പെയിന്റ് അടിക്കാണ്, ഫ്രണ്ടേജ് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ നാളെ ഇതൊക്കെ ഒന്ന് വരുതി വൃത്തിയാക്കി വെച്ചാണ് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, പിന്നെ നമ്മളെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ കാട്ടും തൂവലും കാര്യങ്ങളൊക്കെ, കാരണം ആ തൂവലുമലൊക്കെ ഈ പേനോ ഈച്ച ഉണ്ടെങ്കിൽ അത് വീണ്ടും നമ്മളെ പ്രാവിൻ്റെ മേലോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. ആയതുകൊണ്ട് ഇതൊക്കെ നമ്മളെ ഈ വർഷത്തെ പുതിയ കുട്ടികളാണ് കേട്ടോ. നമ്മൾ പറത്തി വെച്ച പ്രാവുകളാണ് ഇതിലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചെന്ന പ്രാവും ഈ പ്രാവൊക്കെ വെട്ടി വെച്ച പ്രാവാണ്. അപ്പോൾ അവരെ വലിക്കണമെങ്കിൽ ഒരു നോമ്പ് 15 ആയിട്ട് നമ്മൾ വലിക്കുക. അപ്പോൾ തൽക്കാലം ഈ ടിക്ടോക്സിൻ്റെ മുക്കിയിട്ട് പ്രാവൊക്കെ ഒന്ന് നീറ്റായിട്ട് ആണ് നമ്മൾ വലിക്കുന്നത് കേട്ടോ. അപ്പം പുതിയ തൂവൽ വരുമ്പം ഈച്ച പേനോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പ്രാവിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറക്കാനും പിന്നെ ബുദ്ധിമുട്ട് കൂടാതെ പറക്കാൻ കഴിയും കേട്ടോ. കാരണം പറക്കുന്ന സമയത്ത് ഈ ഒരു കടി, ഈച്ചൻ്റെ പാൻ്റെ കടി കുടുങ്ങുക എന്ന് പറയുമ്പോൾ പ്രാവിന് അസ്വസ്ഥതയാണ്. ആ പ്രാവ് പെട്ടെന്ന് വന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ പറവയിൽ മിസ്റ്റേക്ക് കാണിക്കാനോ എവിടെയും പോയി ചവിട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ്. ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനെന്ത് ചെയ്യും, ഓരോ പ്രാവിനും പിടിച്ചിട്ട് ടിക്ടോക്സ് മുക്കുന്നത് കാണിച്ചു തരാം. ആ മുക്കുന്ന രീതി നമ്മൾ ഒരുപാട് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും പുതിയ ഈ മേഖലയ്ക്ക് വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അതൊരു ഉപകാരമാവും എന്നുള്ള നിലക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ നമ്മളെ വർക്ക് പറഞ്ഞാലേ ഇവിടെ ഈ ഒരു ഇതുണ്ടല്ലേ, ഈ വി ബോർഡൊക്കെ നമ്മൾ കസ്റ്റം പീസായിട്ടുള്ള വി ബോർഡുകൾ സെറ്റ് ചെയ്ത് വെച്ചാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്യാപ്പിലൂടെ ഒക്കെ മഴ പെയ്യുന്ന സമയത്ത് ചീറ്റടിക്കാൻ ചാൻസ് കൂടുതലാണ്. ആയതുകൊണ്ട് തന്നെ നമ്മളിതാ ഇതേമാതിരി സൺഷീറ്റ് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം നമ്മളത് കവർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ ഇനി വരുന്ന മഴക്കൊന്നും നമുക്ക് ഈ ചീറ്റലിൻ്റെ ശല്യം ഉണ്ടാവില്ല. എങ്ങനെ വെക്കുന്നു, പിന്നെ ചാറൽ, മഴച്ചാറൽ എന്നൊക്കെ പറയും കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ്. നമ്മളെ മലപ്പുറമാണ് അതിൻ്റെ നമ്മളിവിടെ പറയൽ ചീറ്റിലടിക്കുക എന്നാണ് കേട്ടോ പറയാ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ഇവിടെ സെറ്റ് ചെയ്യണം. പിന്നെ മറ്റേ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ പ്രാവിൻ്റെ പിന്നെ ഈച്ചമരുന്ന് മുക്കുക. ഈ 3 കാര്യമാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ ടാസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ടിക്ടോക്സ് നമ്മളെ കുറച്ച് പഴയ ടിക്ടോക്സ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 6-7 മാസം മുമ്പ് വാങ്ങിയ സാധനമായിട്ട് അപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ ഇത് ചെയ്യുക, 2 അടപ്പ് പിന്നെ ടിക്ടോക്സ് ആണ് പറഞ്ഞത്. ചിലപ്പോൾ ഇത് കുറച്ച് ഡോസ് കുറഞ്ഞിട്ടുണ്ടാവും. ഒരു അരക്കപ്പൊടി ഞാനിത് കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതാ കേട്ടോ, ഈ കളറൊക്കെ മാറുന്നത്. അപ്പോൾ വെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനത്തെ കുറച്ച് പൊന്തിയ സ്ഥലത്തായതുകൊണ്ടേ ഇങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ എടുത്തുകൊണ്ടൊരു ഇതല്ലേ, ഇതിപ്പോൾ ഒരു വെള്ള പാല് മോഡലായിട്ടോ. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഈ സാധനം. ഒരു മണ്ണെണ്ണൻ്റെ ഒക്കെ സ്മെല്ലാണ് കേട്ടോ ഇത് വരിക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി പറഞ്ഞാൽ നമ്മളിത് മുക്കുമ്പോൾ പ്രാവിൻ്റെ തല ഒരു കാരണവശാലും വെള്ളത്തിൽ മുങ്ങാൻ പാടില്ല കേട്ടോ. ആയതുകൊണ്ട് തന്നെ പിന്നെ പ്രാവിന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനേ ഇനി ഈ ബക്കറ്റിൽ ഞാൻ എന്ത് ചെയ്യും, നല്ല വെള്ളം പിടിച്ചേക്കുന്നുണ്ട് കേട്ടോ, സാധാ വെള്ളം. കാരണം ആദ്യം ഇതിൽ മുക്കിയിട്ട് അതിന് ശേഷമാണ് ഞാൻ പ്രാവിനെ ഇതിൽ മുക്കുന്നത് കേട്ടോ. എന്നാലും പ്രാവിന് കുറച്ചൊന്ന് പിന്നെ ആ നനവും കാര്യങ്ങളൊക്കെ തട്ടുമ്പോൾ പെട്ടെന്നുള്ളൊരു എഫക്റ്റ് ഈ കെമിക്കലിൻ്റെ ഒരു റിയാക്ഷൻ ഇല്ലാതാക്കട്ടോ. ആയതുകൊണ്ട് നമ്മൾ ആദ്യം വെള്ളത്തിൽ മുക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് 2 വെള്ളം ഞാൻ എടുത്ത് വെച്ചു. ഇത് നല്ല വെള്ളം, ഇത് നമ്മളെ ടിക്ടോക്സ് ആക്കിയ വെള്ളം കേട്ടോ. ഞാൻ ഒരു പ്രാവിനെ പിടിച്ചു വരെ, പ്രാവിനെ സെറ്റാ മുക്കുന്നു കേട്ടോ. ഇതിൻ്റെ ചിറക് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ വെട്ടിയിട്ടില്ല. ഈ പ്രാവിൻ്റെ ചുണ്ടിന് ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് ജേശയുടെ ഹെൽത്ത് കമ്മിയായിരുന്നു. പക്ഷെ പ്രാവ് നല്ല അടിപൊളി പറവേണ്ടത്. ഇതിപ്പോൾ ഞാൻ പിന്നെ ഒരാളെ നമ്മളെ മുന്നേ വീഡിയോ ചെയ്തതിന് ആഷിക്ക് പറഞ്ഞ ആളെടുത്ത് നിന്ന് ഈ പ്രാവിനെ എടുത്തിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് അതിലിറക്കി കുട്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി പറവയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പ്രാവിനെതാ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഇതിനെ തൂവൽ നീർത്തി പിടിച്ചിട്ട് വെള്ളത്തിൽ മുക്കി. അതേപോലെ തന്നെ ഈ ചിറകൂടി നീർത്തി പിടിച്ചിട്ട് ഇതിൽ മുക്കി. അതിന് ശേഷം നമ്മൾ നേരെ പ്രാവിനെ ഒന്ന് കുടഞ്ഞെടുത്തിട്ട് ഇതിലിങ്ങനെ മുക്കി വെക്കുക.
ഇതിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം ഈ ചിറക് കൂടി മുക്കുക. പ്രാവിന് ചെറിയൊരു ഇതുണ്ടാവും കേട്ടോ, കാരണം ഇതൊരു കുറച്ചൊരു പൊള്ളലുള്ള ചാൻസ് ഉണ്ട്. 2 ചിറകും ഞാൻ ഇതിൽ മുക്കിയെടുത്തു. അതിന് ശേഷം നമ്മൾ പ്രാവിൻ്റെ വാലെടുത്തിട്ട് ഇതേമാതിരി ഉണ്ടല്ലേ നീർത്തി പിടിച്ചിട്ട്, ഇങ്ങനെ നീർത്തി പിടിക്കുന്നതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ ഇടയിലുള്ള ഈ അട്ടിക്ക് നിൽക്കുന്ന വാലുകൾ ഉണ്ടാവും, ഒന്നിനെ ഒന്ന് ജോയിൻ്റ് ആയി നിൽക്കണേ, അതൊക്കെ വിടർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഈ ഒരു കെമിക്കലിൻ്റെ വെള്ളം ആവും കേട്ടോ. അപ്പോൾ അത് മൊത്തം മുക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈച്ചല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു മുക്കൽ മുക്കിയാൽ മതി. ഇതുണ്ടോ, നമ്മൾ ഏകദേശം ചെവി മുങ്ങാത്ത രീതിയിലുള്ള ഒരു മുക്കൽ മുക്കിയിട്ട് പ്രാവിനെ നേരെ എന്ത് ചെയ്യും, കമ്പിക്കൂട്ടിലിടും. ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ആൺട്രാവളാണ് ഞാൻ ആദ്യം മുക്കുന്നത്. പെൺട്രാവളെ ഞാൻ ഇവിടെ തുറന്നിടാം. പെൺട്രാവളും കുഞ്ഞന്മാരെയും ഈ തറയിൽ തുറന്നിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതാ ഒരു പ്രാവിനെ ഞാൻ മുക്കി, പ്രാവിന് കുഴപ്പം കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ വെയിലട്ടി കഴിഞ്ഞാൽ പ്രാവിന് എന്ത് ചെയ്യും, ഒരു പുകച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുടച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ പ്രാവ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അടുത്ത പ്രാവിനെ എടുക്കും. അപ്പോൾ നമ്മളിതാ രണ്ടാമത്തെ പ്രാവിനെ എടുത്തു. നമ്മളൊരു പാകിസ്ഥാൻ പ്രാവാണ്, അടിപൊളി പറവാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ ഒരു ടൂർണമെൻറ്റിൽ നമുക്ക് ഇവരൊന്ന് വെച്ചിട്ടൊന്ന് പറത്തണം എന്നുണ്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ടുള്ളൊരു പ്രാവാണ് കേട്ടത്. നമ്മൾ ക്രോസ് ചെയ്ത് ഇറക്കിയ പ്രാവാണ് കേട്ടോ. ഇത് മുക്കുന്ന രീതി ഒന്നുകൂടി ശ്രദ്ധിക്കട്ടോ. അതാണ്ടല്ലേ, ഞാൻ രണ്ടാമത്തെ ചിറക് നീർത്തി പിടിച്ചു, അത് ഫുള്ളായിട്ട് വെള്ളത്തിൽ മുക്കി, വാല് ഇതാ നീർത്തി പിടിച്ചു, വെള്ളത്തിൽ മുക്കി. അപ്പോൾ ഇതൊക്കെ വലിക്കാനുള്ള പ്രാവാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിൽ പ്രാവിനെ ചുണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് മൊത്തമായിട്ട് പ്രാവിൻ്റെ ചെവി മുങ്ങാത്ത രീതിയിൽ നമ്മൾ മുക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മളൊരു പുറത്തപ്പ പ്രാവാണ് കേട്ടോ. ഇത് ഞാൻ ഈ പ്രാവശ്യം പുതിയതായിട്ട് സെറ്റ് ഇട്ടാണ്. പിന്നെ പ്രാവിൻ്റെ പറ പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ ഒരു 0 കളിയിൽ ഇവനെ പറത്തി, അതുപോലെ തന്നെ ഒരു 5ാം കല്ലിലും പ്രാവ് പറത്തിട്ടോ. ഒരേ പറവാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മീഡിയം ലെവലിൽ നിന്നിട്ട് ടൈമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ പ്രാവ്. 2 മണിക്കൂറേ ഓട്ടിയിട്ടുള്ളൂ, തോനെ ഓട്ടിയിട്ടില്ല. വൈരിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് തോനെ ടൈമിക്ക് നമ്മൾ പ്രാവിനെ നിർത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് അതേമാതിരി തന്നെ വീണ്ടും ഈ പ്രാവിനെയും മുക്കുകയാണ്. കാരണം ഈച്ചൻ്റെ മരുന്ന് മുക്കാൻ നമ്മൾ വലിച്ചിന സമയത്ത് പ്രാവിന് പിന്നെ ആ പുതിയ തൂവൽ വരാനുള്ള ആ ഒരു ഹോൾസിലൊക്കെ ഈ പാനൊക്കെ കയറി കഴിഞ്ഞാൽ വരുന്ന തൂവലുകൾ എന്ത് ചെയ്യും, മിസ്റ്റേക്ക് ഒക്കെ ആകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വെട്ടി വെട്ടുന്നതിന് മുമ്പ് ചെയ്യണമെന്നില്ല, വലിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളെ മൊത്തത്തിലുള്ള നമ്മളെ ബേർഡിനെ എല്ലാത്തിനും നമ്മൾ ഈച്ചൻ്റെ പാനിൽ മരുന്നിൽ മുക്കി ഏകദേശം മൊത്തം ഇതാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പ്രാവാണ് കേട്ടോ. പിന്നെ അതേമാതിരി നമ്മളെ ചെറിയ കുഞ്ഞനെ വരുന്നത് ഉള്ളിലാണ്. ഏറ്റവും ചെറിയ കുഞ്ഞനെ അതിനെ വരെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല, ഈ ചെറിയ കുഞ്ഞനെ വരെ നമുക്ക് മുക്കിയെടുത്തിട്ടുണ്ട്. പ്രാവ് ഇങ്ങനെ കുടയുന്നതൊക്കെ കാണാം. പ്രാവിന് ചെറിയൊരു നീറ്റലൊക്കെ എന്തായാലും ഉണ്ടാവും പുകച്ചിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ, അപ്പോൾ ഞാനിതാ ഫുഡൊന്നും കൊടുത്തിട്ടില്ല, കാലി വയറ്റിലാണ് പ്രാവ് ഉള്ളത്. അപ്പോൾ എല്ലാത്തിനും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഫീഡ് ചെയ്യുള്ളൂ കേട്ടോ പ്രാവിന്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് കേട്ടോ നമ്മളെ മെയിൽ ബേർഡ്സ് വരുന്നത്. ഒക്കെ അത്യാവശ്യം നല്ല ഹെവി ലൈൻ പ്രാവുകളാണ്. ഈ പ്രാവശ്യം നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ സർപ്രൈസ് സംഗതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. പിന്നെ നമ്മൾ ആരെ പ്രാവിനാണ് ഈ വർഷം പറത്തുന്നതൊക്കെ, അത് ഇൻഷാ അല്ലാഹ് ആ ടൈം വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളോട് പറയും കേട്ടോ. ഇതാണ് പറത്തപ്പ പ്രാവ് എന്ന് പറഞ്ഞ പ്രാവ് ഇതാണ്. പിന്നെ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്ന പ്രാവാണ് ഈ കുറുകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ക്വാളിറ്റി ഒരു ബേർഡാണ് കേട്ടോ. ഇത് പാകിസ്ഥാൻ ബേർഡ് നമ്മൾ ക്രോസ് ചെയ്ത് ഇറക്കിയ ബേർഡാണ്. അതേപോലെ തന്നെ നമ്മൾ പാകിസ്ഥാൻ ബേർഡിൽ ക്രോസ് ചെയ്യുന്ന ടെടിയിൽ ക്രോസ് ചെയ്യുന്ന പ്രാവുകളാണ് കേട്ടോ. അതൊക്കെ അത്യാവശ്യം ഹെവി പറവാണ്. ഈ പ്രാവൊക്കെ ഒരു 3 മണിക്കൂർ, ഇതൊരു 5-6 മണിക്കൂറൊക്കെ പറത്തി വെച്ച പ്രാവാണ് കേട്ടോ. പിന്നെ വൈരിൻ്റെയും പാൽക്കൻ്റെ ഒക്കെ ശല്യം കൂടെ നമ്മൾ തൽക്കാലം നിർത്തിച്ചാണ് പറവ ആയതുകൊണ്ട് തന്നെ ഇതാ നമ്മളെ പ്രാവൊക്കെ കേട്ടോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഇനി എനിക്ക് ബാക്കിയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കൂടിൻ്റെ ഫ്രണ്ടേജ് ഒന്ന് വെള്ള പെയിൻ്റ് അടിക്കണം. അതുപോലെ തന്നെ ക്ലീനിങ്, കൂടിൻ്റെ ഉള്ളൊന്ന് ക്ലീനിങ്. അതുപോലെ തന്നെ ഈ പുറം ഭാഗത്തേക്കുള്ള മഴൻ്റെ മച്ചാറ് അടിക്കാതിരിക്കാനുള്ള, ചീറ്റിലടിക്കാതിരിക്കാനുള്ള പിന്നെ ഒരു കവറിങ് കിട്ടും. അവിടെ കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വർക്ക് ഫുള്ളായിട്ടോ. നമ്മൾ ഓൾറെഡി ഇതിന് പേപ്പറുകൾ വെച്ചിരുന്നു കേട്ടോ. പേപ്പറൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ
ഇതിനുള്ളിൽ നമ്മളെ ഓട്ടർമാർ എന്ന സാധനം ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഓൾറെഡി ഇവിടെ ക്ലീൻ ആക്കിയതാണ്. ഞാൻ ഏതായാലും കൂടിൻ്റെ ക്ലീനിങ് കൂടി കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഒന്നുകൂടി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പൊടിയുണ്ട്, ഞാൻ മാസ്ക് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എന്താ നമ്മളെ കൂടിൻ്റെ ഏകദേശം ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞ് ഞാൻ അവനോട് നമ്മളെ അളിയുണ്ട്, ഓനാണ് പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓനോട് പെയിൻ്റ് അടിക്കാൻ പറയാണ്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീനാക്കി. ഈ മണ്ണാത്ത വല ഉണ്ടല്ലോ, ഈ ചിലന്തി വല, ഈ ചിലന്തി വല നല്ലോണം ഉണ്ടാവും കേട്ടോ ഈ സൈഡിലൊക്കെ. ഒരെണക്ക് ആലോചിച്ചാൽ നല്ലതാണ്. ഈ പ്രാണികളൊക്കെ കൂട്ടിൽ കയറുന്നതൊക്കെ ഒഴിവായി കിട്ടും ഇവരുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഈ വില മണ്ണാത്ത വല വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ തൂവല് പറ്റി പിടിച്ചിട്ട് അതൊരു ഒരു ക്ലീനിങ് ഇല്ലാത്തായിരിക്കും നമുക്ക് തോന്നും കേട്ടോ. അതൊരു ദോഷമാണ്. അപ്പം നല്ലതുകൊണ്ട് ചീത്തയുണ്ട് രണ്ട് ഇതിലും വെച്ച് നോക്കുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഫുള്ളായി കാണിച്ചിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് മൊത്തം കൂടും. ഇനി അതിൻ്റെ ഉള്ളിൽ പേപ്പറും ഇരിക്കും. ആദ്യം മരുന്നടിച്ചിട്ട് പേപ്പറും ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെയിൻ്റ് അടിക്കുന്നുണ്ട്, ഞാൻ പേപ്പറും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൂടിൻ്റെതാട്ടോ, ഈ കൂട് ക്ലീനിങ് കഴിഞ്ഞു. ഇവിടെ പ്രാവള മൊത്തത്തിൽ നമ്മൾ ഇത് മുക്കി. അങ്ങനെ ഇപ്പോഴത്തെ നമ്മളെ വ്യൂ ഇതാട്ടോ. നമ്മളെ ഈ കേജിൻ്റെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ കുറച്ച് പെയിൻറ്റിങ് കൂടി ബാക്കി. നമ്മൾ ബ്രഷ് ഇല്ല, നമ്മൾ റോള് മാത്രം ഉപയോഗിച്ച് അടിച്ചുകൊണ്ട് കുറഞ്ഞ സൈഡുകളിലൊക്കെ ഒന്ന് ഫില്ലാവാണ്ട് കേട്ടോ. അതിന് ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ഒന്നുകൂടി കളറ് കിട്ടും. എന്നുവെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി അടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഈ കൂടുകൂടി അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാനിവിടെ ചെയ്ത് പറഞ്ഞാൽ പുറത്ത് തന്നില്ലേ, നമ്മൾ പെയിൻ്റ് അടിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇതേമാതിരി സൺസീറ്റ് വാങ്ങിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഇതിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്താണ്. ഇതുണ്ടല്ലേ, നമ്മൾ ഈ ഹോൾസ് മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ പ്രാവിനെ അങ്ങോട്ട് കയറാനുള്ള. പിന്നെ ഇത് പറഞ്ഞാൽ നമുക്ക് മഴൻ്റെ സമയമായി കഴിഞ്ഞാൽ അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മഴ ഉള്ളിലോട്ട് പോകില്ല കേട്ടോ. മഴവെള്ളം പ്രാവിന് ഇവിടെ ഇരുന്നിട്ട് ഉള്ളിലോട്ട് പോകാനൊക്കെ സുഖമാണ്. ഓക്കെ, അപ്പോൾ അതാട്ടോ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇൻഷാല്ലാ ഞാൻ എന്ത് ചെയ്യുക ഇനി ബാക്കിയുള്ള ഷോർട്ടിൽ കാണിക്കാം. അപ്പോൾ കുറച്ച് നല്ല ടയേർഡായിട്ടുണ്ട്, നോമ്പാണ്, നല്ല വെയിലുമാണ് കേട്ടോ. അവിടെ ഇതല്ല പുറത്തേക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല വെയിലാണ്. അപ്പോൾ ആ വെയിലൊക്കെ നമ്മൾ വെയിലത്തൊക്കെ നിന്നിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്ത് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളെ കൂടിൻ്റെ ഉള്ളിലൊരു തണലായി വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഇത് കവർ ചെയ്തുകൊണ്ട് ഈ ഒരു ട്രാപ്പ് ഡോറിൻ്റെ ഭാഗം മാത്രമേ നമുക്കിനി അങ്ങോട്ട് ഓപ്പൺ ആയി നിൽക്കുള്ളൂ. അപ്പോൾ മഴ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങോട്ട് വെള്ളം ഉള്ളോട്ട് വരില്ല കേട്ടോ. ഓക്കെ, അപ്പം തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.